ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ലേണിംഗ് മാജിക്. 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്. കണ്ടോ, ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ദുലാരെ പൽ എന്നാണ്. ദുലാരെ പൽ. ഇവിടെ ഒരു പിക്ചർ കാണുന്നത് കണ്ടോ, അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രകൃതിയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു സമയമാണിത് കാണിക്കുന്നത്. നമ്മളുടെ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സമയം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സമയമാണ്. സന്ധ്യാസമയം നല്ല ഭംഗിയുള്ള സമയമാണ് ഒക്കെ ശരിയാണ്. എങ്കിൽ കൂടി നമുക്ക് കുറച്ചുകൂടി പോസിറ്റിവിറ്റി തോന്നുന്നത് പ്രഭാതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പ്രഭാതം എന്ന് പറയുമ്പോൾ നമ്മളൊരു ദിവസത്തിൻ്റെ ആരംഭമല്ലേ, ആ ആരംഭത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കി. എന്തൊക്കെ കാണുന്നുണ്ട് ഈ പിക്ചറിനകത്ത്? കുറേ പൂക്കൾ അല്ലേ, പൂക്കൾ, പൂമുട്ടുകൾ, പൂമ്പാറ്റകൾ, സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, പക്ഷികൾ പറക്കുന്നു, ആകാശം, ഭംഗിയുള്ള ആകാശം, അങ്ങനെ മലനിരകൾ, വൃക്ഷത്തലപ്പുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിതിനകത്ത് കാണുന്നുണ്ട് അല്ലേ. ഒരു പ്രഭാതത്തിൻ്റെ എല്ലാ സിമ്പിളും ഏകദേശം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന പൂമ്പാറ്റകളുണ്ട്, പക്ഷികൾ പറന്ന്, നല്ല തത്തമ്മകളൊക്കെ പറന്ന് പോകുന്നൊരു കാണുന്നുണ്ട്, മലനിരകൾ, മഞ്ഞ്, വെയിൽ, പ്രഭാത കിരണങ്ങൾ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പിക്ചറാണ് ഇത്, പ്രഭാതത്തെ കാണിക്കുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ പേര് നോക്കൂ, ദുലാരെ പൽ. ദുലാരെ എന്ന് വെച്ചാൽ എന്താണ്? പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ഈ പ്രഭാതത്തിലെ വെയിൽ നമ്മൾ ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചെടിയായാലും മരമായാലും പക്ഷിയായാലും പൂമ്പാറ്റയായാലും എല്ലാം ജീവനുള്ളതാണ് അല്ലേ, എല്ലാം ജീവജാലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ജീവജാലങ്ങളിൽ ഈ രാത്രി ആ ഇരുട്ടൊക്കെ മാഞ്ഞിട്ട് ആ പ്രഭാതവും ആ വെളിച്ചമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഒരു ജീവൻ വീഴുവാണ് അല്ലേ, ഒരു ഉണർവ് വരുവാണ്. വെയിൽ എത്തുമ്പോഴത്തേക്കും പൂമുട്ടുകളിലേക്ക് ഇങ്ങനെ സുഗന്ധം പരക്കുന്നു, തണുത്ത കാറ്റിലിങ്ങനെ പക്ഷികളൊക്കെ ചിലച്ച് ആ പ്രഭാതത്തിൻ്റെ കുളിരിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നു. അതൊക്കെയാണ് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. ഇനി നമുക്ക് കവിതയിലേക്ക് നോക്കിയാലോ. കവിതയിൽ കണ്ടോ, അതും ഒരു പ്രഭാതത്തിൻ്റെ സിമ്പിളൊക്കെ കാണിക്കുന്നത്. നോക്കൂ, തെങ്ങ് കണ്ടോ, കുറേ തെങ്ങൊക്കെ നിൽക്കുന്നത് കണ്ടോ. 2 സൈക്കിളിൽ 4 കുട്ടികളല്ലേ, കൂട്ടുകാരാണ്. അവർ ആർത്തുല്ലസിച്ച് സൈക്കിളൊക്കെ ചവിട്ടി പോവുകയാണ്. അവിടെ എന്തോ പക്ഷി പറക്കുന്നുണ്ട്. ഒരു പ്രഭാതത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് അവിടെ കാണുന്നത് അല്ലേ. അപ്പം നമുക്ക് ഈ കവിതയിലേക്ക് നോക്കിയാലോ. ധൂപ് ആ ഗൈ എന്നാണ് ഈ കവിതയുടെ പേര്. അത് എഴുതിയിരിക്കുന്ന ആരാണ്? പ്രയാഗ് ശുക്ല എന്ന എഴുത്തുകാരനാണ് എഴുതിയിരിക്കുന്നത്. ധൂപ് ആ ഗൈ. നോക്കാം, ധൂപ് എന്താണ് ധൂപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാതത്തിലെ ആ വെയിലുണ്ടല്ലോ, സൂര്യൻ്റെ ഒരു കിരണങ്ങൾ, സൺലൈറ്റ്, ആ ഒരു സംഭവമാണ് ധൂപ് എന്ന് പറയുന്നത്. ധൂപ് ആ ഗൈ. ധൂപ് അതിൻ്റെ അർത്ഥം എന്താണ്? ധൂപ് വന്നല്ലോ, അല്ലെങ്കിൽ സൂര്യപ്രകാശം, വെയിൽ വന്നല്ലോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി നോക്കാം. ധൂപ് ആ ഗയി സുബഹ് കി. നെക്സ്റ്റ് ലൈൻ, കലിയാം പ്യാരി പ്യാരി മഹക്കീം. കലിയാം ക്യാരി മഹക്കീം, കലിയാം ഇത്തനി സാരി മഹക്കീം. നമുക്ക് ആദ്യത്തെ 4 ലൈൻ നോക്കാം. ആദ്യം ധൂപ് ആ ഗയി എന്ന് പറഞ്ഞാൽ സൂര്യൻ വന്നല്ലോ, വെളിച്ചം വീന്നല്ലോ, അല്ലെങ്കിൽ വെയിൽ വന്നല്ലോ എന്നൊക്കെയാണ് ഹെഡിങ്, ഇതിൻ്റെ പേരിൻ്റെ അർത്ഥമേ. ധൂപ്, വെയിൽ. ഇനി ധൂപ് ആ ഗൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതയാണ്. ധൂപ് ആ ഗയോ, വെട്ടം വന്നല്ലോ. സുബഹ് കി എന്ന് വെച്ചാൽ എന്താണ്? പ്രഭാത വെയിൽ വന്നല്ലോ, പ്രഭാതം. സുബഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാതം, സുബഹ് പ്രഭാതം. ധൂപ് ആ ഗൈ എന്ന് വെച്ചാൽ വെയിൽ വന്നല്ലോ. സുബഹ് കി, പ്രഭാതത്തിൻ്റെ വെയിൽ, സൂര്യരശ്മികൾ വന്നല്ലോ. നെക്സ്റ്റ് എന്താണ്? കലിയാം പ്യാരി പ്യാരി മഹക്കീം. കലിയാം പ്യാരി പ്യാരി മഹക്കി. കലിയാം പ്യാരി പ്യാരി മഹക്കീം. കലിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂമുട്ടുകൾ. പ്യാരി പ്യാരി, മനോഹരമായ. ഈ പ്യാരി പ്യാരി എന്നൊക്കെ 2 പ്രാവശ്യം പറയുന്ന കവിതയ്ക്ക് ഒരു ഭംഗി ചേരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. കലിയാം പ്യാരി പ്യാരി മഹക്കീം. കലിയാം എന്ന് പറഞ്ഞാൽ പൂമുട്ടുകൾ, വിടർന്നു വരുന്ന, പൂവായിട്ട് വിടർന്നു വരാനായിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയിലുള്ള മുട്ടുണ്ടല്ലോ, കുറച്ച് വിടർന്നിട്ട് എന്നാൽ പൂവായി അങ്ങ് വിടർന്നിട്ടില്ല. അപ്പം നല്ല സുഗന്ധമായിരിക്കും. അപ്പം കലിയാം പ്യാരി പ്യാരി മഹക്കീം. മഹക്കീം എന്ന് വെച്ചാൽ എന്താണ്? സുഗന്ധം പരത്തുന്നു എന്നൊക്കെയാണ് മഹക്കീം.
ഫ്രാഗ്രൻസ് എന്നുള്ള പറയത്തില്ലേ, സുഗന്ധം പടരുക എന്നൊക്കെ. അതായത് രാവിലെ വെട്ടം വീണല്ലോ, സൂര്യപ്രകാശം വന്നല്ലോ, മനോഹരമായ പൂമൊട്ടുകൾ സുഗന്ധം പടർത്തുന്നു. മനസ്സിലായോ? മനോഹരമായ പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു എന്നാണ് പറയുന്നത്. കലിയാം ക്യാരി ക്യാരി മഹക്കീം. അടുത്ത ലൈനാണ് മൂന്നാമത്തെ ലൈൻ. കലിയാം ക്യാരി ക്യാരി മഹക്കീം. കലിയാം എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കലിയാം എന്താണ്? പൂമൊട്ടുകൾ. ക്യാരി ക്യാരി, ഈ ക്യാരി ക്യാരി എന്ന് പറയുന്നത് നമ്മുടെ പൂത്തടങ്ങൾ, അതായത് ബെഡ് പോലെ ഇങ്ങനെ പൂക്കളൊക്കെ വീണിടുന്ന പൂത്തടങ്ങളില്ലേ, പൂത്തടം എന്നാണ് ക്യാരിയുടെ അർത്ഥമേ. പ്യാരി പ്യാരി എന്ന് വെച്ചാൽ മനോഹരമായ പൂമൊട്ടുകൾ. കലിയാം പ്യാരി പ്യാരി മഹക്കി എന്ന് വെച്ചാൽ മനോഹരമായ പൂമൊട്ടുകൾ സുഗന്ധം പടർത്തുന്നു. അടുത്തത് കലിയാം ക്യാരി ക്യാരി മഹക്കീം. പൂമൊട്ടുകൾ പൂത്തടങ്ങളിൽ എന്താണ്? മഹക്കീം, സുഗന്ധം പടർത്തുന്നു. പൂത്തടമാകെയും, അതായത് ഉദ്യാനം, പൂത്തടം എന്നൊക്കെ പറഞ്ഞാൽ പൂവൊക്കെ, പൂവിൻ്റെ ബെഡ് പോലെ പൂക്കളൊക്കെ താഴെ വീണ് പൊഴിഞ്ഞ് നല്ല സ്മെല്ലായിട്ട് നല്ല മണമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അതാണ് പൂത്തടം എന്ന് പറയുന്നത്. പൂത്തടമാകെ, പൂന്തോട്ടം അല്ലെങ്കിൽ ആരാമം എന്നൊക്കെ പറയത്തില്ലേ, പൂന്തോട്ടം, പൂക്കളൊക്കെ ഒരുപാട് കൂടി നിൽക്കുന്ന സ്ഥലം, അവിടെ സുഗന്ധം പടർത്തുന്നു. കലിയാം എന്താണ്? കലിയാം പൂമൊട്ടുകൾ. ഇനി കലിയാം ഇത്തനി സാരി മഹക്കി. എന്താണ്? കലിയാം ഇത്തനി സാരി മഹക്കി. കലിയാം ഇത്തനി സാരി മഹക്കി. അവിടെയും കലിയാം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. കലിയാം എന്ന് വെച്ചാൽ എന്താണ്? പൂമൊട്ടുകൾ. ഇത്തനി സാരി, ഇത്തനി സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്, സോ മെനി എന്ന് പറയുന്നത് പോലെ, അതാണ് എൻ്റെ അർത്ഥം. ഒരുപാട്. കലിയാം ഇത്തനി സാരി മഹക്കീം, അതായത് പൂമൊട്ടുകൾ ഒരുപാട് സുഗന്ധം പരത്തി. അപ്പം ഫസ്റ്റ് ലൈൻ എന്താണ്? ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി കലിയാം പ്യാരി പ്യാരി മഹക്കീം. കലിയാം ക്യാരി ക്യാരി മഹക്കീം. കലിയാം ഇത്തനി സാരി മഹക്കീം. അപ്പം പ്രഭാതത്തിൻ്റെ വെളിച്ചം വീണല്ലോ, ഫസ്റ്റ് ലൈൻ്റെ അർത്ഥം. കലിയാം പ്യാരി പ്യാരി മഹക്കി, മനോഹരമായ പൂമൊട്ടുകൾ സുഗന്ധം പടർത്തി. കലിയാം ക്യാരി ക്യാരി മഹക്കി, പൂത്തടങ്ങളിൽ പൂമൊട്ടുകൾ സുഗന്ധം പടർത്തി. കലിയാം ഇത്തനി സാരി മഹക്കി, പൂമൊട്ടുകൾ ഒരുപാട് സുഗന്ധം പടർത്തി. സെയിം മീനിങ്ങിൽ കവിതയായതുകൊണ്ട് 4 തരത്തിലാണ് സെന്റൻസ് വരുന്നത്. പക്ഷെ ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ്. പൂമൊട്ടുകൾ, ഈ പ്രഭാതത്തിൻ്റെ വെയിലിൽ പൂമൊട്ടുകളുടെ സുഗന്ധം പടർന്നു. അതാണ് അതിൻ്റെ 4 ലൈൻ്റെ അർത്ഥം. അപ്പം നമ്മൾ പഠിച്ച വാക്കുകളുടെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം. ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യപ്രകാശം അല്ലെങ്കിൽ വെയിൽ, പ്രഭാതത്തിലെ ആ വെളിച്ചം, അതിനൊക്കെയാണ് ധൂപ് എന്ന് പറയുന്നത്. ധൂപ് ആ ഗഹി എന്ന് വെച്ചാൽ എന്താണ്? സൂര്യപ്രകാശം വന്നല്ലോ അല്ലെങ്കിൽ വെയിൽ വന്നല്ലോ എന്നൊക്കെയാണ്. ധൂപ് എന്ന് വെച്ചാൽ വെയിലാണ്. സുബഹ് എന്ന് വെച്ചാൽ രാവിലെ അല്ലെങ്കിൽ പ്രഭാതം, പ്രഭാതത്തിൽ. കലിയാം, കലിയാന്ന് വെച്ചാൽ എന്താണ്? പൂമൊട്ടുകൾ. പ്യാരി പ്യാരി എന്ന് വെച്ചാൽ എന്താണ്? മനോഹരമായി. മഹക്കീം, മഹക്കീം എന്ന് വെച്ചാൽ എന്താണ്? സുഗന്ധം പടർത്തി. കലിയാം ക്യാരി ക്യാരി മഹക്കീം. ക്യാരി ക്യാരി എന്ന് വെച്ചാൽ പൂത്തടങ്ങൾ, ഉദ്യാനങ്ങൾ, ആരാമങ്ങൾ, പൂന്തോട്ടങ്ങൾ എന്നൊക്കെയാണ്. കലിയാം ഇത്തനി സാരി, ഇത്തനി സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂമൊട്ടുകൾ ഒരുപാട് സുഗന്ധം പടർത്തി. ഇതാണ് ഈ 4 വരിയിലെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു മെയിൻ ഹെഡിങ് എന്ന് വെച്ചാൽ ദുലാരെ പൽ എന്നായിരുന്നു, പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ദുലാരെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട, പൽ എന്ന് വെച്ചാൽ നിമിഷങ്ങൾ. ആ ഇതിലെ ഒരു കവിതയാണ് ധൂപ് ആ ഗൈ. അടുത്ത 4 ലൈൻ നമുക്ക് നോക്കിയാലോ. ഹവ ബഹ് രഹി ठंडी ठंडी घूम रही वह बहकी बहकी उड़ती उड़ती आई चिड़िया फुदक फुदक कर वे भी चहकी. ഒന്നുകൂടെ വായിക്കാം. ഹവ ബഹ് രഹി ठंडी ठंडी घूम रही वह बहकी बहकी उड़ती उड़ती आई चिड़िया फुदक फुदक कर वे भी चहकी. നമുക്കതിൻ്റെ അർത്ഥം നോക്കാമേ. ഹവ ബഹ് രഹി ठंडी ठंडी, അതായത് ഹവ എന്ന് വെച്ചാൽ എന്താണ്? ഹവ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റാണ്. കാറ്റ്, എയർ, കാറ്റിനെയാണ് ഹവ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ബഹ് രഹി ठंडी ठंडी, ബഹ് രഹി എന്ന് പറഞ്ഞാൽ അത് വീശിക്കൊണ്ടിരിക്കുന്നു. ഹവ ബഹ് രഹി, വീശിക്കൊണ്ടിരിക്കുന്നു. ठंडी ठंडी, അതായത് തണുത്ത കാറ്റ്. ठंडी എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്തത്, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ പ്രഭാതത്തിൽ നല്ല തണുപ്പൊക്കെ അല്ലേ, ഒരു മഞ്ഞും ഒരു തണുപ്പും ഒക്കെ, ചെറിയ ഇളം കാറ്റൊക്കെ വരാറില്ലേ? ഹവ ബഹ് രഹി ठंडी ठंडी, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ?
അടുത്തത് ഉടുത്തി. നെക്സ്റ്റ് ഉടുത്തി ഉടുത്തി ആയിയും ചിടിയാം. ഉടുത്തി ഉടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്നു പറന്ന്, അതായത് പറന്നു പറന്ന് ആയും ചിടിയാം, ആയും വന്നു. ചിടിയാന്ന് വെച്ചാൽ ആരാണ്? പക്ഷികൾ. നമ്മൾ കലിയാം എന്ന് പറഞ്ഞത് പഠിച്ചായിരുന്നു, എന്തായിരുന്നു? പൂമൊട്ടുകൾ. ചിടിയാം എന്ന് പറയുന്നത് പക്ഷികളാണ്. ഉടുത്തി ഉടുത്തി പറന്നു പറന്ന് ആയും ചിടിയ, പക്ഷികൾ പറന്നു പറന്നു വന്നു. ഫുദക് ഫുദക് കർവേഭി ചഹക്കീം. ഫുദക് ഫുദക് എന്ന് വെച്ചാൽ എന്താണ്? ചാടി ചാടി. ഫുദക് ഫുദക് കർ, ചാടിച്ചാടി, ചാടിച്ചാടി. വേ ഭീ ചഹക്കീം, അവരെന്ത് ചെയ്തു? ചിലച്ചു. പക്ഷികൾ ചിലക്കല്ലേ, പക്ഷികൾ പറന്നു വന്നു, പിന്നെ ചാടിച്ചാടി വന്ന് ചിലച്ചു. ചഹക്കി, ചിലച്ചു എന്നാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ 4 ലൈൻ? ഹവ വഹ് രഹി ഠണ്ടി ഠണ്ടി. ഹവ എന്ന് വെച്ചാൽ കാറ്റാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. കാറ്റ് വീശിയടിക്കുന്നു, തണുത്ത കാറ്റ് വീശിയടിക്കുന്നു. ഘൂമ രഹി വഹ് ബഹുക്കി ബഹുക്കി, അത് തത്തിക്കളിക്കുന്നു ആ കാറ്റ്. ഘൂമരഹി, ചുറ്റിയടിച്ച് ആ കാറ്റ് തത്തിക്കളിക്കുന്നു. ഹവ വഹ് രഹി എന്ന് വെച്ചാൽ വീശി അടിക്കുന്നു എന്നാണ്. ഹവ വഹ് രഹി, വീശി അടിക്കുന്നു. ഘൂമരഹി വഹ് ബഹുക്കി ബഹുക്കി, ഘൂമരഹി എന്ന് വെച്ചാൽ ചുറ്റിയടിക്കുന്നു. ഉടുത്തി ഉടുത്തി ആയേം ചിടിയാം, പക്ഷികൾ പറന്നു പറന്നു വരുന്നു. ഫുദക് ഫുദക് കർവേഭി ചഹക്കി. ഫുദക് ഫുദക് എന്ന് വെച്ചാൽ എന്താണ്? ചാടിച്ചാടി, ഹോപ്പിംഗ്. ഉടുത്തി ഉടുത്തി എന്ന് വെച്ചാൽ ചാടിച്ചാടി, എന്താണ്? അവരെ ചിലയ്ക്കുന്നു. ഫുദക് ഫുദക് കർ, അതായത് ചാടിച്ചാടി. വേഭി, അവരും ചിലയ്ക്കുന്നു. ചഹക്കീം, ചഹക്കി എന്ന് വെച്ചാൽ ചിലയ്ക്കുന്നു. ചിലയ്ക്കുന്നല്ല, ചിലച്ചു. ചിലച്ചു എന്നാണ്. അതായത് പ്രഭാതത്തിൽ എന്തൊക്കെ നടന്നു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്കൊന്നുകൂടെ നോക്കാം. ധൂബ് ആ ഗയി സുബഹ് സുബഹക്കി, അതായത് പ്രഭാത വെയിൽ വന്നല്ലോ. കലിയാം പ്യാരി പ്യാരി മഹക്കി, പൂമട്ടുകൾ മനോഹരമായി സുഗന്ധം പടർത്തി. കലിയാം ക്യാരി ക്യാരി മഹക്കി, അതായത് പൂന്തോട്ടങ്ങളിൽ അല്ലെങ്കിൽ പൂത്തടങ്ങളിൽ അല്ലെങ്കിൽ ഉദ്യാനങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു? പൂമട്ടുകളിൽ നിന്ന് സുഗന്ധം പടർന്നു. കലിയാം ഇത്തനി സാരി മഹക്കീം. കലിയാം, അതായത് പൂമട്ടുകൾ ഒരുപാട് സുഗന്ധം പടർത്തി. ഇത്തനി സാരി എന്ന് വെച്ചാൽ ഒരുപാട്. ഇനി നെക്സ്റ്റ് ഹവ ബഹ്രഹി ഠണ്ടി ഠണ്ടി. ഹവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കാറ്റ്. ബഹ്രഹി, വീശിയടിച്ചു. ഠണ്ടി ഠണ്ടി, തണുത്ത കുളിർക്കാറ്റ് വീശിയടിച്ചു. ഘൂമരഹി വഹ് ബഹുക്കി ബഹുക്കി എന്ന് വെച്ചാൽ എന്താണ്? ബഹുക്കി ബഹുക്കി എന്ന് വെച്ചാൽ തത്തിക്കളിച്ചുകൊണ്ട്. ഘൂമരഹി എന്ന് വെച്ചാൽ ചുറ്റിയടിച്ച്, ഇങ്ങനെ നമുക്ക് റോമിങ് ആയിട്ട് ഇങ്ങനെ വീശിയടിക്കുന്ന കാറ്റിനെ കണ്ടിട്ടില്ലേ നമ്മൾ? തത്തിക്കളിച്ച് വീശിയടിച്ച് അങ്ങനെ വർണ്ണിക്കുകയാണേ ഘുമരഹി. അത് വീശിയടിച്ച്. ബഹക്കി ബഹക്കി, തത്തിക്കളിച്ച്, വീശിയടിച്ചിട്ട് തത്തിക്കളിക്കുക. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം, അതായത് പക്ഷികൾ പറന്നു പറന്നു വന്നു. ഫുദക് ഫുദക് കർ വേഭി ചഹക്കീം, അവർ ചാടിച്ചാടി എന്താ ചെയ്തേ? ചിലച്ചു. ചാടിച്ചാടി നടന്ന് ചിലച്ചു. അപ്പോൾ ഈ കവിതയുടെ ഒരു സാരാംശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രകൃതി അല്ലെ, പ്രകൃതിയുടെ ആ ഒരു പ്രഭാതത്തിൻ്റെ നിമിഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് ചെറിയ സീൻ മാത്രം വർണ്ണിക്കുകയാണ്. അതായത് പ്രഭാത വെയിൽ വന്നപ്പോഴത്തേക്കും പൂമൊട്ടുകളൊക്കെ വിടർന്ന് സുഗന്ധം പരത്തുന്നു. പൂത്തടങ്ങളിൽ അല്ലെങ്കിൽ ഉദ്യാനങ്ങളിലായി സുഗന്ധം പരക്കുന്നു. പിന്നെ എന്താണ്? തണുത്ത കാറ്റ് വീശിയടിച്ച് തത്തിക്കളിച്ച് വരുന്നു. പക്ഷികൾ എന്താ സംഭവിച്ചേ? പക്ഷികൾ പറന്നു വന്ന് ചാടിച്ചാടി ചിലച്ചു പറന്നു വരുന്നു. അങ്ങനെയാണേ, പറന്ന് ചാടിച്ചാടി ചിലച്ചുകൊണ്ട്. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഈ ഒരു ദിവസം ആരംഭിക്കുമ്പോഴെങ്കിലും, ഒരു പ്രഭാതം ആരംഭിക്കുമ്പോൾ എന്നല്ല, ഒരു ദിവസം ആരംഭിക്കുമ്പോൾ, അതായത് പ്രഭാതമാണല്ലോ ദിവസത്തിൻ്റെ ആരംഭം. ആ സമയത്തുണ്ടാകുന്ന പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ചെറിയൊരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരു പ്രഭാതം, ഒരു പ്രകൃതി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളൂ. കുറച്ച് മരങ്ങൾ, കുറച്ച് പൂക്കൾ, കുറച്ച് പക്ഷികൾ, ഇത്രയൊക്കെ നമുക്ക് കാണിച്ചിട്ടുള്ളൂ. ആ ഒരു കാര്യമാണ്, ഇത്രയേ ഉള്ളൂ ഈ പോയത്തിൽ. ഇത്രയും സംഭവങ്ങളെ പറയുന്നുള്ളൂ. അതിൽ പഠിക്കേണ്ട വാക്കുകളാണ് ധൂബ്, അതുപോലെ സുബഹ്, കലിയാം, മഹക്കീം, ഇത്തനി സാരി. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാം. ഹവ കാറ്റ്, ഠണ്ടി ഠണ്ടി തണുത്തത്, ഘൂമരഹി വീശിയടിക്കുക, ബഹക്ക് ബഹക്കി തത്തിക്കളിക്കുക, ഉടുത്തി ഉടുത്തി പറന്നു വരിക, ചിടിയാം പക്ഷികൾ, ഫുദക് ഫുദക് കറന്ന് പറഞ്ഞാൽ ചാടിച്ചാടി വരിക, ചഹക്കീം ചിലച്ചു. ഇത്രയൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് കാണാതെ പഠിക്കാനും പറ്റും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂടെയുള്ള ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്കൊക്കെ 5th സ്റ്റാൻഡേർഡിലെ കുഞ്ഞുങ്ങൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതിൻ്റെ ബാക്കി
ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും.